ചേട്ടാ 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 ഒന്ന് വരുമോ? ചേട്ടാ അവിടെ ഒരാള്. ചേട്ടാ അവിടെ ഒരാള്. ചേട്ടാ ഒന്ന് വരൂ. എടോ ഇതാരാ? എടോ ഇതാരാ? എടോ ഇയാള് തീർന്നിക്കണ്. ഈശ്വരാ. എടോ ഇത് സംഗതി പേശിക്കാണ്. വിട്ടോ വിട്ടോ. അല്ല അല്ല ചേട്ടാ പോവല്ലേ. എടോ പേശിക്കാണ്. വിട്ടോ ചേട്ടാ. ചേട്ടാ ഇയാൾ എന്തെങ്കിലും ചെയ്യണ്ടേ? ചേട്ടാ ചേട്ടാ ഇയാൾ എന്തെങ്കിലും ചെയ്യണ്ടേ? വാ. തനിക്ക് എന്താ വല്ല ഭ്രാന്തുണ്ടോ? ഇങ്ങനത്തെ ഓരോ വയ്യകളുടെ തലയിൽ വയ്ക്കാൻ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാട്ടാ? മനസാക്ഷി എന്ന് പറഞ്ഞാൽ ഒന്നില്ലേ? നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ? സംഗതിയൊക്കെ ശരിയാ, പക്ഷെ അത് വിചാരിക്കാത്ത നിസ്സാരല്ല. എടോ ആളും മരിച്ചിരിക്കണ്. പിന്നെ പോരാത്തതിന് ഇയാൾ ആരാ എന്താ നല്ലപടിയുണ്ടോ? ഒരു കത്തിയും കാണാണ്ട് ഒക്കെ കൂടി കൂട്ടി വായിക്കുമ്പോൾ അത്ര മന്തിയൊന്നല്ല. താൻ തന്നെ പാട് നോക്കി പോളൂ, അതാണ് നല്ലത്. എന്തായിട്ടും മനുഷ്യ പറ്റില്ലാതെ പറയണ്? പട്ടിയും പൂച്ച നല്ലല്ലോ, മനുഷ്യനല്ലേ? എടോ അത് തന്നെയാണ് പ്രശ്നം. മനുഷ്യനാണ്. പട്ടിയും പൂച്ചയാണെങ്കിൽ ഇത്ര ഇടങ്ങാറില്ല. നമ്മൾ വിചാരിച്ച ഇയാൾ ഹോസ്പിറ്റലിൽ എത്തിക്കാനെങ്കിലും പറ്റും. പറയുമ്പോൾ എനിക്കും പോയിട്ട് ധൃതിയുണ്ട്. തേങ്ങാക്കുല. വാ, വല്ല വണ്ടി കൊണ്ടോ നോക്കാം. പക്ഷെ അതിനു മുമ്പ് ആ സംഭവം ഒന്ന് മാറ്റണം. ആ അതെ. അതെ, ഞാൻ വല്ല ചാക്കോ മറ്റോ സംഘടിപ്പിക്കാൻ പറ്റുമോ നോക്കാം. നീ പോയി വല്ലതും വരുന്നുണ്ടോ നോക്ക്. തന്നെ അതൊരൊറ്റ വണ്ടി നിർത്തുന്നില്ലല്ലോ. അത് തന്നെയാണ് പറയണത്. ഒരു വയ്യാവേലിയോ. ആരിത് എപ്പോഴാണ് കണ്ടത്?
ഞാൻ ചേട്ടനെ വിളിച്ചില്ലേ, അതിന് 2-3 മിനിറ്റ് മുമ്പ്. അപ്പോൾ ശരീരത്തിൽ തൊട്ടപ്പോ എന്ന് തോന്നിയേ? എൻ്റെ ഒരു അഭിപ്രായം പറയാം. ദേഹത്തോട്ട് എനിക്ക് തോന്നിയത് മരിച്ചിട്ടധികം ആയിട്ടില്ലെന്നാണ്. അത് ഉറപ്പാണ്. ചോര കട്ടപിടിച്ചിട്ടില്ല. ഇതിപ്പോ ഇയാൾ ആരാണ്, എന്താണ്, എവിടുത്തുകാരനാണ്, ഒന്നും ഒരു പിടിയില്ല. ഇതിലേതിലൊന്നും ഉറപ്പായാലും നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റും. അല്ലാത്ത പക്ഷം ഹോസ്പിറ്റലിൽ എത്തിച്ചാലും കുഴപ്പമാണ്. എന്നാ പിന്നെ നമുക്കത് ഒഴിവാക്കിയല്ലോ ഇത്. അത് തന്നെയാ ഞാനും വിചാരിക്കണം. ഹലോ, എന്താ വിഷയം? എന്ത് എന്താ? കുറച്ചു നേരമായല്ലോ രണ്ടുപേരും കൂടി ചുറ്റിക്കളി. എന്താ സംഭവം? ഒന്നുമില്ല, താൻ തന്നെ പാട് നോക്കി പോളൂ. ഞാൻ പോവാം. എന്താ സംഭവം? ഒന്നുമില്ല എൻ്റെ ഇഷ്ട. ചേട്ടി മാരണബന്ധം ചെയ്യ, ആള് കൂടുന്നുണ്ട്. അതെ, അപ്പൊ അയാളോട് പോണില്ലല്ലോ. നമുക്കൊന്ന് പോയി നോക്കിയാലോ? അത് വേണ്ട, ചിലപ്പോൾ ആൾക്ക് വല്ല സംശയം കുടിക്കാലോ. എന്നാ അയാളോട് പറഞ്ഞാലോ? സമാധാനായി, അയാൾ പോയിന്നാ തോന്നുന്നു. വാ പോ. പോയിട്ടില്ലടാ, ഇവിടെ തന്നെയുണ്ട്. സത്യം പറ, എന്താ സംഭവം? എന്നിട്ട് ശവം എവിടെ? അത് ഞങ്ങളോട് ഒളിപ്പിച്ചിട്ടുണ്ട്. എടോ, ഇതിപ്പോ ആരാ? ആവോ, ഓരോരോ വയ്യവരോ തല കയറ്റി വയ്ക്കുമ്പോ നോക്കണം. ചേട്ടാ ഒരു മിനിറ്റ്. ചേട്ടാ, ഇന്ന് എനിക്ക് ജോലിക്കേണ്ട ദിവസമാണ്. ഇപ്പൊ തന്നെ ആകെ വൈകി. ചേട്ടൻ ബോഡി ഹോസ്പിറ്റലിൽ എത്തിക്കില്ലേ? താൻ പോയാല് മറ്റേ കക്ഷി ഉണ്ടല്ലോ, അപ്പോ പോട്ടെ. അയാള് പോയാ? ആ, അവനങ്ങ് പോയി അമ്മക്ക് എന്താ ഇവിടെ? വാ പോവാം. അയാൾക്കെന്തോ ജോലിക്ക് പോകണ്ടത്ര. അവനിവിടെ അല്ലല്ലോ, വാ പോവാം. അങ്ങനെയെങ്കിൽ ഇത് നൂരാൻ താൻ കരുതുന്നുണ്ടോ? സംഗതി കൊലപാതകമാണെന്ന് ഉറപ്പാണ്. താൻ എന്തായി പറയണത്? എനിക്കൊന്നും അറിയൂടാ. ഇയാൾ ഇവിടുത്തെ കാരണം ആരെന്ന് വലപിടിയുണ്ടോ? ആവോ, അതൊന്നും അയാൾക്കറിയില്ലെന്നല്ലേ പറഞ്ഞത്. അയാൾ ആരാന്ന് ആർക്കറിയാം. ഇതിപ്പോ ആ ഭാരം നമ്മുടെ വിരടിക്കിട്ട് അവൻ രക്ഷപ്പെട്ടു. ആദ്യം മുതൽ അവൻ പെരുമാറ്റത്തിലേക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു. യാതൊരു പരിചയമില്ലാത്തൊരു ശവം ഹോസ്പിറ്റലിൽ എത്തിക്കാൻ അവനത്തെ ചുഷ്കാന്തി എന്തിനാ? അപ്പൊ ഇതിപ്പോ നമ്മളെന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? പോലീസിനെ വിളിക്കണം. അല്ല എന്ത് ചെയ്യാൻ? അല്ലാണ്ട് ഇത് വെച്ചുകൊണ്ടിരുന്ന അവസരം നമ്മളായിരിക്കും കൊടുക്കുന്നത്. എന്നതാ പോലീസിനെ വിളി, അവർ വരട്ടെ. അവൻ അങ്ങനെ രക്ഷപ്പെടണ്ട. സാർ, അതാണ് ഞാൻ പറഞ്ഞ ആള്.
ഏ, ഏ, ഏ. ആരടെയാള് എനിക്കൊന്നും അറിയില്ല സാർ. ഇയാളെ പിടിച്ച് ജീപ്പിലോട്ടിട്. വാടാ. എനിക്കൊന്നും അറിയില്ല സാർ. സാർ താനല്ലടോ ബോഡി ആദ്യം കണ്ടേ. അതെ സാർ, പക്ഷേ നടക്കടാ.